വഖഫ് ഭേദഗതി നിയമം കേന്ദ്ര സർക്കാർ പാസാക്കുകയും മുൻപത്തെ വഖഫ് അധിനിവേശ പ്രശ്നങ്ങൾക്ക് സ്ഥായിയായ ഒരു പരിഹാരം ഉണ്ടാകുകയും ചെയ്തതോടെ തങ്ങളെ സഹായിക്കുകയും ഒരു പ്രതിസന്ധിയിൽ തങ്ങൾക്കൊപ്പം നിൽക്കുകയും ചെയ്ത കേന്ദ്ര സർക്കാരിനെ പിന്തുണയ്ക്കുന്ന നിലപാടിലേക്ക് ക്രൈസ്തവ സമൂഹത്തിൽ ഒരു വിഭാഗം എത്തിയിരിക്കുകയാണ് എന്നുള്ളത് വാസ്തവമാണ്. അതിൽ വിറളി പിടിച്ചിരിക്കുന്ന ഇരു മുന്നണികളും നഷ്ടപ്പെട്ടു പോയ സ്വീകാര്യത തിരിച്ചുപിടിക്കാൻ ക്രൈസ്തവർക്ക് മുന്നിൽ പല തന്ത്രങ്ങളുമായി ഇപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ്. മാധ്യമങ്ങളെ വിലക്കെടുത്ത് ക്രൈസ്തവ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും വേർഷനുകൾ പുറത്തെടുത്ത് ചാനൽ ഫ്ലോറുകളിലെ പ്രൈം ടൈമിൽ കളം നിറഞ്ഞ് ആടുകയാണ് അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തൊരു സ്നേഹവും കരുതലുമാണ് ക്രൈസ്തവരോട് കേരളത്തിലെ ഈ മാധ്യമങ്ങൾ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രൈസ്തവ സമൂഹത്തെ സമ്മർദ്ദത്തിലാഴ്ത്തിയ കഴിഞ്ഞ കാലങ്ങളിൽ ക്രൈസ്തവ സമൂഹം നേരിട്ട പ്രതിസന്ധികളിൽ ഒരിടത്തും അവർക്ക് വേണ്ടി ശബ്ദിക്കാതിരുന്ന മാധ്യമങ്ങൾക്ക് ഇപ്പോൾ ക്രൈസ്തവരുടെ വിഷയങ്ങൾ നിരന്തരമായി വാർത്തയാക്കി കവിഞ്ഞൊഴുകുന്ന കരുതലും സ്നേഹവും കൊണ്ട് ക്രൈസ്തവ സമൂഹത്തെ അങ്ങനെ വീർപ്പ് മുട്ടിക്കാൻ മത്സരിക്കുമ്പോൾ ആനന്ദാശ്രുക്കൾ പൊഴിക്കണോ അതോ ആർത്തലച്ച് കരയണമോ എന്നറിയാതെ ആശയക്കുഴപ്പത്തിൽ ആയിരിക്കുകയാണ് ക്രൈസ്തവ സമൂഹം ഇപ്പോൾ. കേരളത്തിലെ ക്രൈസ്തവ സമൂഹം പ്രതിസന്ധിയിൽ ആകുമ്പോഴൊന്നും കമ എന്നൊരക്ഷരം മിണ്ടാതെ ഇവർ ക്രൈസ്തവരിൽ ചിലർ രാഷ്ട്രീയ നയം മാറ്റുമെന്ന് കാണുമ്പോൾ പതിവായി പുറത്തെടുത്ത് പൊക്കിപ്പിടിക്കുന്ന തന്ത്രമായിരുന്നു മണിപ്പൂർ 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 എന്ന് വിളിച്ചു പറഞ്ഞ് ക്രൈസ്തവരെ ഇമ്പാക്റ്റ് ചെയ്യാൻ നോക്കി നാണം കെട്ട് നിൽക്കുമ്പോഴാണ് ജബൽപൂർ എന്ന സംഭവം ഉണ്ടാകുന്നത്. അതോടെ കരകവിഞ്ഞൊഴുകുന്ന ക്രൈസ്തവ പ്രേമത്തിന്റെ വലിയ കരുതലാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഒന്നടങ്കം ക്രൈസ്തവ സമൂഹത്തോട് കാണിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അന്തിച്ചർച്ച നടത്തിയും നിരന്തരമായി സ്റ്റോറികൾ അവതരിപ്പിച്ചും ക്രൈസ്തവർക്ക് വേണ്ടി മാധ്യമങ്ങൾ പൊഴിച്ച കണ്ണുനീരിന് കയ്യും കണക്കുമില്ലായിരുന്നു. ദില്ലിയിലെ ഓശാന പ്രദക്ഷിണ വിഷയത്തിലും അതേപോലെ തന്നെ ക്രൈസ്തവ സ്നേഹവും കരുതലും തുളുമ്പി മറിയുകയായിരുന്നു. ഒരു പ്രമുഖ ചാനലിൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ ഒരു മണിക്കൂറിനുള്ളിൽ 4ഉം 5ഉം തവണയായിരുന്നു ഈ വാർത്ത വീണ്ടും വീണ്ടും അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. അവർ തന്നെ ആ വിഷയമെടുത്ത് അന്ന് അന്തിച്ചർച്ചയും നടത്തുകയുണ്ടായി. ക്രൈസ്തവർക്ക് വേണ്ടി വാദിച്ച് അവരെ അങ്ങ് സ്നേഹിച്ച് കൊല്ലുകയായിരുന്നു ഈ മാധ്യമങ്ങളെന്ന് കാര്യം എടുത്തു പറയേണ്ടതാണ്. അതേ മാതൃകയിൽ തന്നെ മറ്റ് ചാനലുകളും ക്രൈസ്തവരെ കരുതി വശം കെടുത്തുന്ന കാഴ്ചയാണ് കണ്ടത്. ഈ മാധ്യമങ്ങളൊക്കെ ഇത്രമേൽ തങ്ങളെ കരുതുകയും സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് അറിയാതെ ഇതുവരെ ജീവിച്ച ക്രൈസ്തവരിത കരുതലിൻ്റെ കിരണമേറ്റ് സടകുടഞ്ഞ് എഴുന്നേറ്റ് ഇരുപാണികളും കൂപ്പിപ്പിടിച്ച് മാധ്യമ പുങ്കവന്മാരെ നിങ്ങൾക്ക് ഇപ്പോൾ നന്ദി ചൊല്ലുന്നു എന്ന് പറയുകയാണ്. നിങ്ങളുടെ സ്നേഹത്തിനും കരുതലിനും നന്ദി. നിങ്ങൾ ക്രൈസ്തവരുടെ നല്ല ഭാവിയെക്കുറിച്ച് ഇത്രത്തോളം ഉത്കണ്ഠാകുലരായിരുന്നുവെന്ന് ക്രൈസ്തവർ ഇതുവരെ അറിയാതെ പോയല്ലോ എന്ന സങ്കടം മാത്രമേ ഇപ്പോൾ ക്രൈസ്തവർക്ക് തോന്നുന്നുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കേരളത്തിലെ ഭരണകൂടവും ഇടതു വലത് രാഷ്ട്രീയക്കാരുമാകട്ടെ മണിപ്പൂരിന് ശേഷം ഇപ്പോൾ ദില്ലി വിഷയവും ചർച്ച് ബില്ലും പൊക്കിപ്പിടിച്ച് ജൽപ്പനങ്ങൾ തുടരുകയാണ്. അതിൻ്റെ മുൻപന്തിയിൽ വർഗീയ പാർട്ടികളുടെ കുട്ടി നേതാക്കന്മാരും ഉണ്ട് എന്ന് കാണുമ്പോൾ കുളിരുകൂടി പനി പിടിക്കുന്ന അവസ്ഥയിൽ ക്രൈസ്തവർ എത്തിച്ചേർന്നിരിക്കുകയാണിപ്പോൾ. ഏതായാലും ഡൽഹി വിഷയത്തിൽ കനപ്പെട്ട കരുതൽ ക്രൈസ്തവർക്ക് ഏകുന്ന മുഖ്യമന്ത്രിക്ക് ഒരുപാട് നന്ദിയുണ്ട്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയെ താങ്കൾക്കും നന്ദിയുണ്ട്. നിലപാടുകളുടെ തമ്പുരാനായ പ്രതിപക്ഷ നേതാവേ താങ്കൾക്കും നന്ദിയുണ്ട്. AICC സെക്രട്ടറി വേണുഗോപാലെ താങ്കൾക്കും നന്ദിയുണ്ട്. ചെന്നിത്തലയ്ക്കും അതുപോലെ തന്നെ കുട്ടി നേതാക്കന്മാർക്കും സംവാദ പുലികൾക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ക്രൈസ്തവ സമൂഹം നന്ദിയുടെ വലിയ വലിയ നറുമലരുകൾ അങ്ങ് അർപ്പിക്കുകയാണ്. എന്നാൽ വീണ്ടും നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളിപ്പോൾ ക്രൈസ്തവരോട് കാണിക്കുന്ന ഈ സ്നേഹവും കരുതലും കേരളത്തിൽ ക്രൈസ്തവർ നേരിടുന്ന ഏതെങ്കിലും വിഷയത്തിൽ കാണിക്കാതിരുന്നത് എന്താണ്? കേരളത്തിലെ ക്രൈസ്തവർ നേരിടുന്ന ഏത് വിഷയത്തിലാണ് നിങ്ങൾ ക്രൈസ്തവരുടെ ന്യായമായ ആവശ്യങ്ങൾക്കൊപ്പം നിലകൊണ്ടിട്ടുള്ളത്? പ്രണയക്കണി മുതൽ നാർക്കോട്ടിക് ജിഹാദ് വരെ, 80-20 അനുപാതം മുതൽ JB കോശി കമ്മീഷൻ റിപ്പോർട്ട് വരെ, മലയോരം മുതൽ മുനമ്പം വരെ, കക്കുകളി നാടകം മുതൽ ക്രൈസ്തവ അവഹേളന സിനിമകൾ വരെ, പറയാൻ പോയാൽ തീരാത്തത്രയും വിഷയങ്ങളുണ്ട്. BJP-യെ എതിർക്കാൻ വേണ്ടിയും പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളെ സഹായിക്കാൻ വേണ്ടിയും മാത്രം നിങ്ങൾ കാണിക്കുന്ന ഈ അവസരവാദപരമായ പ്രത്യേകതരം ആ കരുതലും സ്നേഹവും ഉണ്ടല്ലോ, അത് അർഹിക്കുന്ന പുച്ഛത്തോടെ ക്രൈസ്തവ സമൂഹം
വലിച്ചെറിയുമെന്ന് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്.